വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് റിവറായ ഡൗക്കി റിവറിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ ഷിലോങ്ങിൽ നിന്നാണ് ഡൗക്കി റിവറിലോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത്. ഏകദേശം 3.5 മണിക്കൂറോളം എടുക്കും നമുക്ക് ഡൗക്കിയിലെത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ഡൗക്കി റിവർ. ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള റിവറാണിത്. അപ്പം ഇവിടെ വേണമെങ്കിലും ഇറങ്ങി നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെയാണ് ബോട്ടിംഗ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഡൗക്കി ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടുതൽ ടൂറിസ്റ്റുകളും ഇവിടെ ഇറങ്ങിയാണ് ബോട്ടിംഗ് ചെയ്യുക. ഇവിടെ എത്തുമ്പം ഒരുപാട് ബോട്ട് ഡ്രൈവേഴ്സ് നമ്മളെ ഇവിടെ ബോട്ടിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. പക്ഷെ നമ്മൾ പോകുന്നത് ഷോൺപടങ്ങിലോട്ടാണ്. അത് വളരെ ക്രൗഡ് കുറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം ഒരാൾക്ക് 50 രൂപയാണ് അങ്ങോട്ടേക്ക് കയറാനുള്ള ചാർജായിട്ട് എടുക്കുന്നത്. അപ്പം ഇതാണ് ഷോൺപടങ്. ഷോൺപടങ് ഏറ്റവും ക്രൗഡ് കുറഞ്ഞ ഒരു പ്ലേസാണ്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 12:30 ആയി. അതുകൊണ്ട് നമ്മൾ ആദ്യം ലഞ്ച് കഴിച്ചിട്ടാണ് പിന്നീടുള്ള ആക്ടിവിറ്റീസിലോട്ട് പോയത്. ലഞ്ചിന് ഞങ്ങൾ വെജ് താലിയാണ് ഓർഡർ ചെയ്തത്. ഒരു പ്ലേറ്റിൽ അവിടുത്തെ ട്രഡീഷണൽ ജാഡു റൈസും പിന്നെ നോർമൽ റൈസുമാണ് ഓർഡർ ചെയ്തത്. ഇവിടെ മ്യൂസിക്കൊക്കെ സ്പീക്കറിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു അന്തരീക്ഷമാണ് ഇവിടെ. യെല്ലോ കളറിൽ കാണുന്നതാണ് ജാഡു റൈസ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ ചിക്കനൊക്കെ പറയാം. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി. ഒരു ബോട്ടിന് 600 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ബോട്ടിംഗ് അല്ലാതെ വേറെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിങ്ങിന് 500 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഈ ബോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറിനെ ഹയർ ചെയ്യാം. അതിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. അപ്പം നമ്മൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് റിവറിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ക്ലിയറാണിത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നല്ല ആഴമുണ്ടെങ്കിലും താഴെയുള്ള കല്ലുകൾ നമുക്ക് എണ്ണാൻ പറ്റും. അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് ഡിസംബറിലാണ്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ നവംബറിൽ ഇവിടെ വന്നിരുന്നു. അന്നേരം ഇതുപോലെ തന്നെ ക്ലിയർ ആയിരുന്നു. പക്ഷെങ്കിൽ അതിലും ക്ലിയറാണ് ഈ ഒരു ഡിസംബർ ടൈമിൽ ഇവിടെ വരുമ്പോൾ. ഈ മുകളിൽ കാണുന്ന ബ്രിഡ്ജിൽ കൂടെയും നമുക്ക് നടക്കാൻ പറ്റും. ഈ ബ്രിഡ്ജിൽ നിന്നിട്ട് നമുക്ക് താഴോട്ട് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിട്ട് ഫോട്ടോസ് കിട്ടും. ഈ ഡൗക്കി റിവർ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം നവംബർ, ഡിസംബർ, ജാനുവരി ടൈമാണ്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ നവംബറിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ ക്ലിയർ ആയിരുന്നു. എന്നാൽ കുറച്ചുകൂടി ആഴമുള്ള സ്ഥലത്തോട്ട് വരുമ്പോൾ താഴെയുള്ളത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഈ വർഷം ഞങ്ങൾ ഡിസംബറിൽ പോയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഏറ്റവും ആഴമുള്ള സ്ഥലങ്ങളിൽ പോലും താഴെയുള്ള കല്ലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്ര ക്ലിയർ ആയിരുന്നു. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടേ ആ ഒരു പ്ലേസിലും ഇതുപോലെ നമുക്ക് ബോട്ടിങ്ങിന് ഇറങ്ങാൻ പറ്റും. പക്ഷെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത്. അവിടുന്ന് വീണ്ടും ഒരു 8 കിലോമീറ്ററും കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഷോൺപടങ് എന്നുള്ള സ്ഥലത്തെത്തുക. ഇതെല്ലാം ഹോം സ്റ്റേസ് ആണ്. നമുക്കവിടെ താമസിക്കാൻ പറ്റും. ഇവിടുത്തെ വില്ലേജേഴ്സ് മീൻ പിടിക്കുന്നതാണിത്. നമുക്കും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഫിഷിംഗ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം നല്ല ഡെപ്ത് ആയിട്ടുണ്ട്. എന്നാൽ പോലും താഴെയുള്ള കല്ലുകൾ വരെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് കണ്ട പോയിന്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. ആർമി ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ ക്രൗഡ് കുറഞ്ഞൊരു പ്ലേസാണ്. അതുകൂടാതെ ഇവിടെ ഒരുപാട് മറ്റ് ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. അവിടെ നമുക്ക് ബോട്ടിംഗ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ബോട്ടിംഗ് ചെയ്ത് എൻഡിലെത്തുമ്പോൾ ചെറിയൊരു വാട്ടർഫോൾസും കാണാൻ പറ്റും. ആ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്ര നേരം വേണമെങ്കിലും നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ആൾ അവിടെ നിർത്തി തരും നമുക്ക്. സോ അവിടുത്തേതിലും കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ വാട്ടർഫോൾസ്. ചെറിയൊരു വാട്ടർഫോൾസാണ്.
ചെറിയ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്ര നേരം വേണമെങ്കിലും നമ്മുടെ ബോട്ടിങ്ങിൽ ചെയ്യുന്ന ആൾ നമുക്കവിടെ നിർത്തി തരും. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്, എന്നാൽ പോലും താഴെയുള്ള കല്ലുകൾ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. കൂട്ടത്തിൽ മീനുകളെയും നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ എന്ത് ഭംഗിയായി സ്ഥലം. കണ്ടില്ലേ അവിടെ ടെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അല്ലാതെ ഹോം സ്റ്റേസും ഉണ്ട്. ക്ലിഫ് ജമ്പിങ് ചെയ്യാനുള്ള സ്പോട്ടാണിത്. അതുപോലെ സ്നോർക്കലിംഗ് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഡൗക്കിയിൽ വരുന്നവർക്ക് ഷോൺപെഡങ്ങിലല്ലാതെ മറ്റൊരു പോകാൻ പറ്റിയ സ്ഥലമാണ് മൗളിനോങ് വില്ലേജ്. 2003 ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ് എന്ന അവാർഡ് കിട്ടിയ ഒരു പ്ലേസാണത്. അവിടെ വളരെ വൃത്തിയായിട്ടാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. സോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ ലിവിങ് റൂട്ട് ബ്രിഡ്ജുണ്ട്. നമ്മൾ യൂഷ്വലി പോകുന്ന ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് നമുക്ക് പോകാനുള്ളത്. എന്നാൽ ഇത് വലിയ ട്രക്കിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് എത്താൻ പറ്റും. അതുകൂടാതെ 1 സെഞ്ച്വറിയിലധികം പഴക്കമുള്ള ചേർച്ച് ഓഫ് എപ്പിപ്പാനിയും അവിടെ കാണാൻ പറ്റും. സോ അതാണ് ആ ഒരു പ്ലേസാണ് നമുക്ക് ഈ ഒരു ഡൗക്കി റിവർ അല്ലാതെ വേറെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസ്. സോ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്വിമ്മിങ് ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഡിസംബർ ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. സോ കുറച്ച് നേരമൊക്കെ സ്വിമ്മിങ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു കയറി. നമ്മൾ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാലും നമുക്കിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ചെറിയ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ബോട്ടിങ് ചെയ്തപ്പോൾ താഴെ വെച്ച് കണ്ട ബ്രിഡ്ജിലോട്ട് പോകാം. ഇതാണ് ആ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നിന്നാൽ നമുക്ക് താഴത്തെ വ്യൂ നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചുകൂടെ ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്തത് ഞങ്ങൾ പോയത് ഇവിടുത്തെ വില്ലേജിലോട്ടാണ്. ഡൗക്കിയൊക്കെ കണ്ട് അന്നത്തെ ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം ഞങ്ങൾ വില്ലേജ് കാണാനാണ് ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ നടക്കുന്നത് വാക് ഡെയ്ത്ത് വില്ലേജിലൂടെയാണ്. ഒരുപാട് കവുങ്ങുകളൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു. ഈ വില്ലേജിൻ്റെ പ്രധാന വരുമാന മാർഗം തന്നെ അടയ്ക്കയാണ്. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും ഒരുപാട് കവുങ്ങുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. വളരെ ഭംഗിയുള്ളൊരു വില്ലേജായിരുന്നു ഇത്. വില്ലേജേഴ്സ് ഇതുപോലെ അടയ്ക്ക എല്ലാം കളക്ട് ചെയ്തിങ്ങനെ വെക്കും. അതിനുശേഷം ഇതുപോലെ വലിയ ചാക്കുകളിലേക്ക് അത് മാറ്റും. ചാക്കുകളിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഓരോ ചാക്കും വലിയ കൊട്ടയ്ക്കകത്തേക്ക് ഇറക്കി വെക്കും. ഈ കാണുന്ന പോലത്തെ വലിയ കൊട്ടയ്ക്കകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അത് പിന്നെ വെള്ളത്തിലിട്ട് ചീയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഓരോ കൊട്ട വിൽക്കുമോ. കണ്ടില്ലേ ഇഷ്ടം പോലെ കവുങ്ങുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെ ഇതിനു വേണ്ടി ഓരോ വീടുകളിലും ഇതുപോലെ ടാങ്കുകളുണ്ട്. ഈ ടാങ്കിനകത്ത് ഇതുപോലെ കല്ല് മുകളിലേക്ക് വെയിറ്റ് വെച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. ഓരോ കൊട്ടയിലും പേരും എഴുതിയിട്ടുണ്ടാകും. ആ പേരുള്ള ആൾക്ക് ഇത് വിൽക്കുക. ഓൾറെഡി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇറക്കി വെക്കാനുള്ള കല്ലും അവർ ഓൾറെഡി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ വെള്ളത്തിനെല്ലാം ഇവിടെ നിൽക്കുമ്പോഴേ ഭയങ്കര സ്മെല്ലാണ്. അതുകൂടാതെ ഈ വെള്ളത്തിൽ നമുക്ക് അത് അഴുകുമായതുകൊണ്ട് തന്നെ പുഴുവിനെയും കൂത്താടി കുഞ്ഞുങ്ങളെയും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്ര സ്മെല്ലാണ് ഇവിടെ. 6 മാസം ഈ വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇത് വിൽക്കുന്നത്. ഒരുപാട് അടയ്ക്കായുണ്ട്. അത് അതിൻ്റെ വലിപ്പവും ഒക്കെ വെച്ചിട്ട് അത് പല കൊട്ടകളിലേക്ക് തിരിച്ചു വെക്കുകയാണ്. നല്ല വലിപ്പമുള്ളത് ഒരു കൊട്ടയിൽ, ചെറിയ വലിപ്പമുള്ളത് വേറൊരു കൊട്ടയിൽ, തീരെ വലിപ്പമില്ലാത്ത പേട് കായ്കൾ വേറൊരു കൊട്ടയിലേക്ക്, അതുപോലെ 3 കൊട്ടയിലാക്കി മാറ്റിയാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ഞങ്ങളോട് അവിടുത്തെ ആ വില്ലേജേഴ്സ് ഈ നിൽക്കുന്ന ആൻറ്റിമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ പ്രൊസീജിയറിന് പുക്രി എന്നാണ് ഇവിടുത്തെ ലാംഗ്വേജിൽ പറയുക. അതുപോലെ ഇത് അടയ്ക്ക ഉണക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. മേഘാലയയുടെ ഒരു പ്രത്യേകത, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാകും. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. No, today we are leaving. Oh, today you are leaving? Yeah. We'll stay in here then. Yeah.
ഈ കാണുന്ന അമ്മച്ചിക്ക് 99 വയസ്സുണ്ട്. എല്ലാ വിശേഷവും തിരക്കിയിട്ടാണ് ഞങ്ങളെ വിട്ടത്. ആ വീട്ടിലേക്ക് കയറാൻ ഇതുപോലെ ബാമ്പുവിൻ്റെ ഒരു ഏണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഞങ്ങൾക്കിതെല്ലാം പറഞ്ഞു തരുന്നത് ഈ സിസ്റ്ററാണ്. സിസ്റ്റർ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. വില്ലേജിൽ എവിടെ പോയാലും ഒരുപാട് കുട്ടികളിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അടുത്ത് പോയ സ്ഥലം ഇതാണ്. ഇത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഈ കാണുന്ന റോപ്പേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ദൂരെ കാണുന്ന വില്ലേജിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പണിത് റോപ്പേയാണ്. കണ്ടില്ലേ, ആ റോപ്പേയിൽ അവിടെ ഒരു ബാസ്ക്കറ്റും ഉണ്ട്. അവിടെ സാധനങ്ങൾ വെച്ച് അങ്ങ് ദൂരെ കാണുന്ന ആ വില്ലേജിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. സിമെൻറ്റും മറ്റ് സാധനങ്ങളും അവിടെ എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സാധനങ്ങൾ ഈ റോപ്പേ വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ചില മഴക്കാലത്തുമൊക്കെ കുട്ടികളെ അവിടെ വരെ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പം ഇതുപോലെ റോപ്പേയിലിരുത്തി കുഞ്ഞു കുട്ടികളെയും അങ്ങോട്ടേക്ക് അങ്ങനെ എത്തിക്കാറുണ്ടായിരുന്നു എന്ന്. ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഈ വില്ലേജിൻ്റെ സെമിത്തേരി ഉള്ളത്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് ചെല്ലണം. അവിടെയാണ് വില്ലേജിൻ്റെ സെമിത്തേരി ഉള്ളത്. അങ്ങനെയൊക്കെ കുറേ വില്ലേജ് കഥകളൊക്കെ ഞങ്ങൾ കേട്ടു. പിന്നെ മുന്നോട്ട് നടന്നു. ഇവിടെ ബേ ലീഫാണ് ഈ താഴെ കിടക്കുന്നതെല്ലാം. ഇത് കറുവാപ്പട്ടയുടെ മരമാണ്. അതിൽ നിന്ന് ബേ ലീഫ് മുറിച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ അത് സീസണാണ്. അപ്പം ഈ ഉണങ്ങിയ ബേ ലീഫ് ഇനിയും എടുത്തുകൊണ്ട് കൊണ്ടുപോയി വിൽക്കും. ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ബേ ലീഫിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും വില്ലേജിലൂടെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് ഇങ്ങനെ സെമിത്തേരിയൊക്കെ കണ്ടു. സിസ്റ്റർ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ബേ ലീഫ് മുറിച്ചിട്ടേക്കുന്നത് കാണാം നമുക്ക്. മേഘാലയയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ഡൗക്കി റിവറും. പിന്നീട് ഏതെങ്കിലും ഒരു വില്ലേജും കൂടെ എക്സ്പ്ലോർ ചെയ്താൽ പുതിയ വില്ലേജിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മേഘാലയയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്ത ഡീറ്റെയിൽഡ് മേഘാലയ ഐറ്റിനറി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്